അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാദിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അവളെ കാണുവാൻ വേണ്ടി ഡോക്ടർ വിളിക്കുന്നു. ഹാദിയുടെ കൂടെ സിസ്റ്റർ വിളിച്ചപ്പോഴേക്കും ഉപ്പയും ഉമ്മ എഴുന്നേറ്റു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, കൊച്ചിനെ കാണണമെങ്കിൽ കണ്ടോളൂ. പിന്നെ സംസാരിക്കാനൊന്നും ആയിട്ടില്ല, അനസ്തേഷ്യനെ മയക്കം വിടുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. അവർ അവരുടെ പ്രിയപ്പെട്ട പൊന്നുമകളെ കാണുവാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്നു. അതെ, 2 പേർ ഒരുമിച്ച് കയറണ്ട കേട്ടോ, ഒരാൾ മാത്രം കയറിയാൽ മതി. പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് മാത്രം കഴിയാൽ മതി. പ്രത്യേകമായിട്ട് ഒരു കോട്ടും അതുപോലെ തൊപ്പിയും എല്ലാം അണിയിച്ചുകൊണ്ട് നേരെയത് ആദ്യം പിതാവ് പറഞ്ഞു, ഞാൻ എൻ്റെ പൊന്നുമോളൊന്ന് കണ്ടാട്ടെ. ഇക്ക, നിങ്ങൾ പോയി വരി. അങ്ങനെയതാ വിതുമ്പുന്ന മനസ്സോടെ ആ പിതാവ് തൻ്റെ മകൾ കിടക്കുന്ന റൂമിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരിക്കും തൻ്റെ പൊന്നുമോളുടെ ദയനീയമായ ആ ഒരു കിടത്തം കണ്ടപ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതെ, എൻ്റെ കുട്ടി ഒന്നും അറിയാത്ത രീതിയിൽ കിടക്കുകയാണ്. അല്ലാ, എൻ്റെ കുട്ടി ഒരിക്കലും ഉറങ്ങുകയല്ലല്ലോ. അല്ലാ, ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് വിളിക്കാം ഹാദിയ മോളെ എന്ന്. പക്ഷേ എൻ്റെ കുട്ടി ഉറങ്ങുകയല്ലല്ലോ, എൻ്റെ കുട്ടി ഒരിക്കലും ഉറങ്ങുകയല്ലല്ലോ റബ്ബേ. എൻ്റെ കുട്ടിയെ അതെ തളർത്തിയതല്ലേ, അനസ്തേഷ്യ ചെയ്ത് മയക്കിയതല്ലേ റബ്ബേ, പാവം റബ്ബേ. അല്ലാ, ആ ഒരു പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പൊന്നുമോളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം വിതുമ്പിപ്പോയി. മോളെ ഹാദിയ, എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താ മോളെ പറ്റിയത്? എന്നാൽ അവളുടെ കാലുകളിലേക്ക് ഉപ്പ നോക്കിയപ്പോൾ ഉപ്പയുടെ ഹൃദയം പൊട്ടിപ്പോയി. 2 കാലുകളിലും വളരെയധികം വലിയ കെട്ടുകളാണുള്ളത്. റബ്ബേ, ഈ കാലുകൾ കൊണ്ട് എൻ്റെ കുട്ടിക്ക് നടക്കാൻ കഴിയുമോ അല്ലാ? അദ്ദേഹം വിങ്ങിപ്പൊട്ടി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. വിളിച്ചാൽ കേൾക്കില്ല, അറിയാം. എങ്കിലും തൻ്റെ മടിയിൽ കിടന്ന് വളർന്ന കുഞ്ഞല്ലേ. മോളെ ഹാദിയ, ഉപ്പതാ മോളുടെ മുമ്പിൽ. എന്നാൽ പെട്ടെന്ന് ഒരു സിസ്റ്റർ, ഹേയ്, അത് അവൾ വിളിച്ചാലൊന്നും കേൾക്കില്ല. അനസ്തേഷ്യയുടെ ആ ഒരു ഡോസ് വേണമെങ്കിൽ അല്പസമയം പിടിക്കും. നിങ്ങളെന്താ ഇപ്പോൾ വിളിക്കുന്നത്? അത് എൻ്റെ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ വിളിച്ചിട്ട് കാര്യമില്ല, പുറത്തേക്ക് പോയിക്കോളൂ. കുറച്ച് സമയം മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ. സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ആ പിതാവിൻ്റെ ചങ്കിടറിപ്പോയി. ഒന്നും മിണ്ടാതെ അദ്ദേഹം കണ്ണുകൾ തോത്തിക്കൊണ്ട് തൻ്റെ പൊന്നുമോളെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. അത് ഉപ്പാക്ക് ജീവനായിരുന്നു ഹാദിയെ. എന്തെന്നറിയില്ല, ഒന്നുകൂടെ കൊഞ്ചിക്കലും എല്ലാം കൂടിയത് കൊണ്ട് അത് കുറച്ചധികം സ്വാതന്ത്ര്യം കൊടുത്തു. അവൾക്ക് എല്ലാത്തിനും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. ഓളുടെ ഇഷ്ടത്തിന് അങ്ങനെയൊക്കെ നിന്ന് കൊടുത്തു. പക്ഷെ എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു ചതിയിൽ പെടുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇക്ക, നിങ്ങൾ കണ്ടോ? ആ, കണ്ടു. എന്ത് നിങ്ങൾ കരയുന്നത്? നീ ചെല്ല്. അങ്ങനെയതാ ഉമ്മ പോയി നോക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണുവാൻ വേണ്ടിയിട്ട്. അതാ ചലനമറ്റ് കിടക്കുന്ന അവൾ. പഠിച്ചോനെ, എൻ്റെ കുട്ടി, അല്ലാ റബ്ബേ, പെട്ടെന്ന് ശിഫ നൽക്. ഉമ്മക്ക് കൂടുതൽ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാ റബ്ബേ. കാലുകളിലേക്ക് നോക്കി, ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു. പഠിച്ചോനെ, ഇതുകൊണ്ടെങ്കിലും നീ ശരിയാക്കിക്കൊണ്ട് അല്ലാ. എന്നാൽ പെട്ടെന്ന് സിസ്റ്റർ, മതി, കണ്ടില്ലേ, കൂടുതലായിട്ട് ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങോട്ട് ചെല്ല്, പുറത്തേക്ക് അണുബാധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പെട്ടെന്ന് ഡോക്ടർ അങ്ങോട്ട് വന്നു. എന്താ സിസ്റ്ററെ? അണുബാധയും കാര്യങ്ങളും ഉണ്ടായാലും ഇല്ലെങ്കിലും സ്വന്തം മാതാപിതാക്കളോട് ഇത്രമാത്രമൊക്കെ ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? കിടക്കുന്നത് അവരുടെ കൊച്ചല്ലേ, അവർ പ്രസവിച്ച മോളല്ലേ. അതെ, ഒന്ന് കണ്ടോട്ടെ. സിസ്റ്ററുടെ മുഖം വല്ലാതെയായി കേട്ടപ്പോൾ, അത് സാർ, ഞാൻ അല്ലേ, എല്ലാവരും ഇങ്ങനെ ഇടിച്ചു കയറി വരും. ഇല്ലല്ലോ, അവർ അത്യാവശ്യം മാന്യമായ രീതിയിൽ തന്നെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്. കുറച്ച് കണ്ടെന്ന് വെച്ചിട്ട് ഒന്നും പറ്റില്ല. പിന്നെ മേലെ ഒരാളുണ്ടല്ലോ, എല്ലാം കാണും. നമ്മൾ എത്രക്കത്തിന് ശ്രദ്ധിച്ചാലും അതെ, അവനും കൂടി അത് കരുതുമ്പോഴല്ലേ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടോളി. എന്നാൽ ഉമ്മയെയും പെട്ടെന്ന് ചീത്ത പറഞ്ഞ് ആട്ടി വിടുമായിരുന്നു ആ സിസ്റ്ററോട്. ശരിക്കും ആ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ പേഷ്യൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നവരോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. അവരെന്ന് വെച്ചാൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന നേരാണ്. ആ ഒരു സമയത്ത് നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ
അവർക്ക് ആശ്വാസം പകരാണ് വേണ്ടത്. കാരണം അവരുടെ കുഞ്ഞിനാണത് പറ്റിയിട്ടുള്ളത്. അപ്പോൾ എത്രമാത്രം ഒരു മാതാപിതാക്കളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടാവും. നമ്മളെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവരോട് ചില ഹോസ്പിറ്റലിലൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയാണിത്. സ്ഥിരം കാണുന്നൊരു സംഭവമാണിത്. അവരിങ്ങോട്ട് നന്നായി ചീത്ത പറഞ്ഞ് ഞെട്ടിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു ആശ്വാസമായിരിക്കും ഒരു പക്ഷേ. ആ കുട്ടിയുടെ അടുത്ത് ആ ഉമ്മ വന്ന് നിൽക്കുമ്പോൾ ഒരു ആശ്വാസമായിരിക്കും അവർക്ക്. ഉമ്മ പുറത്ത് പോയപ്പോഴേക്കും അതെല്ലാം സിസ്റ്ററോട് പറഞ്ഞു. അതൊക്കെ ശരിയാണ് സാറേ, പക്ഷെ ചിലവറ്റങ്ങളെ ഇവിടെ ഒന്നും അങ്ങനെയില്ല. കാരണം ഇത് അത്രക്കും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ ഒന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. നമ്മൾ ആരോടായാലും നമ്മളൊരു ദയ കാണിക്കണം. മനുഷ്യന്മാരോട് ആരോടായാലും. ആ കുട്ടിയുടെ സ്ഥിതി എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത കുട്ടിയായിരുന്നു, കാലിന് ആക്സിഡൻ്റ് ആയിപ്പോയതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ അവർക്ക് താങ്ങും തണലാവുകയാണ് വേണ്ടത്. നമ്മൾ ഡോക്ടേഴ്സും നഴ്സും അവർക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവർക്കെപ്പോഴും താങ്ങായി തണലായി നിൽക്കേണ്ട ആളുകളാണ്. അല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും അവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും അടുത്തേക്ക് എന്തിനാണ്? അവർക്കൊരു ആശ്വാസത്തിന്. അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ആശ്വാസം തോന്നണം. ഇവരുടെ ചികിത്സ കൊണ്ട് എൻ്റെ മോൾക്ക് സുഖമാവും എന്നൊരു തോന്നലാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ അവരൊന്ന് വരുമ്പോഴേക്ക് നെട്ടിച്ച് ചീത്ത പറഞ്ഞേച്ചാൽ എന്താവും? അവർക്ക് ആകെപ്പാട് ടെൻഷൻ കൂടും. അങ്ങനെയാണ് വേണ്ടത്. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ശരിക്കും നഴ്സിൻ്റെ മുഖം വല്ലാതെയായി. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഉപ്പയുടെ അരികിലേക്ക് ഉമ്മ വന്നിരുന്നു. ആ, മോള് വിളിച്ചിരുന്നു. ആര്? വലിയ മോള് നമ്മളെ. ഓ, എന്താ പറഞ്ഞത്? ജസീർ. എന്തൊരു കൂട്ടായിരുന്നു അവർ തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട്. അല്ലാതെ ശരിക്ക് അവളൊന്ന് ഇതിനെക്കുറിച്ച് മറ്റൊല്ലൊക്കെ വിളിച്ചെങ്കിലും അവൾക്കതിനെക്കുറിച്ചൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ജസീറിൻ്റെ കൂടെ പറഞ്ഞേക്കണം എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പം എന്തായിന്നാവോ? അവൾ ബുദ്ധിമുട്ട് കൊണ്ട് പറയാണ്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല. എനിക്കൊന്നുമല്ല, എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ശരിയായി കിട്ടണം, അതേ ഉള്ളൂ. ആ പിതാവ് കരയുകയായിരുന്നു. ഉമ്മ പറഞ്ഞു, നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ, നിങ്ങളിങ്ങനെ വിഷമിച്ചാൽ പിന്നെ എനിക്കാരാ? സാധാരണ രീതിയിൽ ഉപ്പമാർക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ വെക്കും. ഇത് നിങ്ങളിങ്ങനെ കരഞ്ഞാനിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ പൊന്നു മോൾക്കൊന്നുമില്ലായിരുന്നു. അവളുടെ അസുഖമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നത് ആഷി ഉസ്താദ് വിളിക്കുന്നു ഉപ്പയുടെ ഫോണിലേക്ക്. ആ, മോനെ വിളിക്കുന്നുണ്ട് ആഷി ഉസ്താദ്. ഹലോ ഉപ്പ, എന്താ ഉപ്പ? മോനെ, ഓപ്പറേഷൻ കഴിഞ്ഞവൾ ICUയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉപ്പ കണ്ടോ? ആ മോനെ കണ്ടു. എന്താ അവസ്ഥ? 2 കാലിലും വലിയ ഓരോ കെട്ടുകളാണ്. എന്താ അറിയില്ല. എന്താ ഡോക്ടർ പറയണത് എന്തോ അറിയില്ല. എൻ്റെ കുട്ടി ബോധം തെളിഞ്ഞിട്ടില്ല. ഉപ്പങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ലേ കേട്ടോ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. എൻ്റെ പ്രാർത്ഥന ഇവിടെ നല്ല രീതിയിലുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഉസ്താദിനോടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ മോനെ. ആ വാക്ക് കേട്ടാൽ മതി. ആ പിതാവും മാതാവും അതാ ഹോസ്പിറ്റലിൽ ഉരുകി കഴിയുകയാണ് തൻ്റെ മോളുടെ അവസ്ഥ അറിയാൻ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടർ വിളിച്ചു. ഹാദിയുടെ കൂടെ ഡോക്ടർ ചെല്ലാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഹാദിയുടെ ഉമ്മയൊപ്പയാണല്ലോ അല്ലേ? മോളെ കണ്ടില്ലേ? കണ്ടു. എന്താ മോളുടെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 90% നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. 10% മാത്രമേ ഒരു ഉറപ്പ് തരാൻ കഴിയുള്ളൂ. കാരണം കാലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നല്ലൊരു ആഘാതമേറ്റിട്ടുണ്ട്. അതൊരു പക്ഷേ അതവിടെ അങ്ങനെ തൂക്കിയിട്ട് ഞങ്ങളെങ്ങനെയൊക്കെയോ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റൽക്കാരൊക്കെ ആണെങ്കിൽ കാലെപ്പോഴും മുറിച്ച് കളഞ്ഞിരുന്നു. അത്രക്കും കാലുകൾക്ക് ആഘാതം പറ്റിയ രീതിയിലായിരുന്നു. ഒന്നിനും പറ്റാത്ത രീതിയിൽ മുറിച്ച് കളഞ്ഞ് വേറെ കാല് വെക്കുന്നൊരവസ്ഥ, ആ ഒരു രീതിയിലേക്കൊക്കെയാണ്. പക്ഷേ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷെ നടക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ഇപ്പോഴും ഉറപ്പ് തരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വീൽ ചെയറിലാണെങ്കിലും നിങ്ങളുടെ മകളെ കാണുകയും ചെയ്യാമല്ലോ, വേറൊന്നും പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാൽ മതി. അത് പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ലക്ഷങ്ങൾ പൊട്ടിച്ചു? അതെ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ആയി ഓരോ ഓപ്പറേഷനൊക്കെ അല്ലേ?
ഡോക്ടറെ, ലക്ഷമെങ്കിലും കൂടിയായാലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. എൻ്റെ കുട്ടിയുടെ കാല് ശരിക്കും നടക്കാൻ കഴിഞ്ഞിട്ടാൽ. ആ ഉപ്പ, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നൂതനമായ ചികിത്സ ആണ് നൽകിയിട്ടുള്ളത്. അതായത് ഇവിടെയുള്ള ആളുകൾക്കൊന്നും നമ്മൾ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചികിത്സയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരീക്ഷണമാണ്. ഇതുകൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കുക. ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയൊക്കെ കഴിയാലും മേലൊരു ഡോക്ടർ ഇരിപ്പുണ്ടല്ലോ, ആ ഡോക്ടർ കൂടി വിചാരിച്ചാൽ എല്ലാം റെഡിയാകും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ പറയാനുള്ളത്? അവളിനിപ്പോൾ വീൽ ചെയറിൽ നടക്കുന്ന അതാണെങ്കിൽ കൂടിയിട്ട് അവൾക്ക് സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ല. അവൾക്ക് പഠനത്തിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. പഠിക്കാനൊക്കെ താല്പര്യമുള്ള കുട്ടി എന്നല്ലേ പറഞ്ഞത്? അതെ, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കുട്ടിക്ക് നേടിക്കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പക്ഷേ സന്തോഷം മനസ്സിലേക്ക് വരും, നല്ല ജീവിതം വരും. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിലുള്ള എൻ്റെ ഒരു ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ. അതൊക്കെ സംഭവിക്കണം എന്നാണ് ഡോക്ടറായി ഞാൻ പറയുന്നത്. ചില അത്ഭുതങ്ങൾ ഡോക്ടർമാർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, അത് മേലെയുള്ള ആൾക്കേ പറ്റുള്ളൂ. എത്ര ഒന്നുമില്ല, വളരെയധികം ടയേർഡായ രീതിയിൽ, അല്ലെങ്കിൽ അത്രക്കും ഒന്നും കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ളവരൊക്കെ എത്ര പെട്ടെന്ന് നടക്കാനും നിനക്ക് കഴിയുന്നുണ്ട്. അതാണ് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥനയും പ്രവൃത്തിയും എന്നാണല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. എന്തൊക്കെ തന്നെയാലും ഒരാഴ്ച ഇവിടെ കിടക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി പറയാം കേട്ടോ. ഡോക്ടറുടെ വാക്ക് കേട്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മയെ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നമ്മളെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്കപ്പോൾ ഉറപ്പ്. നിങ്ങൾ അതൊന്നും വിഷമിക്കല്ലേ, പറഞ്ഞു കേട്ടില്ലേ? എന്തായാലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ മോള് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ആഷി ഉസ്താദ് വിളിക്കുന്നു. ഉപ്പ, പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? മോനെ, 90% അവർ പിന്നോട്ടാണ് നിൽക്കുന്നത്. 10% മാത്രമേ അവർക്ക് ഉറപ്പ് തരാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളത് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ പ്രാർത്ഥന പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കില്ലേ കേട്ടോ, നിങ്ങളൊന്നും വിഷമിക്കുകയേ വേണ്ട. ഹാദിയുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ടുവരാൻ ഞാൻ തയ്യാറായിരിക്കും. അതുകൊണ്ട് ഉപ്പ, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹൃദയം പൊട്ടി. ഇനിയിപ്പോൾ ഒരു പക്ഷേ അവൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കില്ലേ കേട്ടോ, ഇൻഷാ അല്ലാ. എന്നാൽ ഉപ്പയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും ആഷി ഉസ്താദിന് സങ്കടമാണ് വന്നത്. അത് നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന പെൺകുട്ടി, നല്ല രീതിയിൽ കാറോടിച്ചിരുന്ന ആ പെൺകുട്ടി, ഇപ്പോൾ അവൾക്ക് ഒന്നും കഴിയാത്തൊരവസ്ഥ, അതും ഒരാൾ വരുത്തി തീർത്തത്. റബ്ബേ, ആലോചിക്കുമ്പോൾ വിഷമാണ്. ജയിലിൽ കിടന്നാൽ മാത്രം പോരാ, ഓന് അതിനുള്ള ശിക്ഷ നല്ല രീതിയിൽ അനുഭവിക്കുകയാണ് വേണ്ടത്. പക്ഷേ പണക്കാരല്ലേ, അവരൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ജാമ്യത്തിൽ നടക്കാനൊക്കെ ആളുകളുണ്ടാവും. എന്നാൽ ഈ സമയം ആഷി ഉസ്താദിൻ്റെ ഫോണിലേക്ക് അതാ ഹബീബ് ഉസ്താദ് വിളിക്കുന്നു. ഹലോ ആഷി. ആ അളിയ, എന്തൊക്കെയുണ്ട്? അല്ല, ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. ഞങ്ങൾ ഇപ്പോൾ അവിടെ പോയി. അപ്പോൾ ICUവിലായതുകൊണ്ട് ഇപ്പോൾ ആർക്കും പുറത്തുള്ളൊക്കൊന്നും പ്രവേശനമില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആഷി, ഒരു കാര്യം പറയാണ്ട്. അതായത് നമ്മുടെ ഹാദിയുടെ ഇത്രയധികം പരിക്കുകളൊക്കെ ഏൽപ്പിച്ച ആ ചതിയനുണ്ടല്ലോ, അവനിറങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം ആഷി ഉസ്താദ് ഞെട്ടിപ്പോയി. എന്ത്? അതെ, ഓൻ ജാമ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഓന് എന്തൊക്കെയോ പക വെച്ചിട്ടായിരിക്കും ഇറങ്ങിക്കുക. എന്തായാലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ശരിക്കും ആഷി ഉസ്താദ് ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ! എന്നാൽ പെട്ടെന്ന് റിസ്വാൻ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. ഹാദിയക്ക് കനത്ത സേഫ്റ്റി തന്നെ നൽകണം.
കാരണം ഒന്നിനും മടിക്കാത്തതാണ് അവന്. ഒരിക്കൽ പോലും ഇനി അവളുടെ രോമത്തിൽ തൊടാൻ പോലും ഞാൻ അവനെ സമ്മതിക്കില്ല. ദുഷ്ടൻ. ശരിക്കും ആഷി ഉസ്താദിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അപ്പോൾ തന്നെ ആഷി ഉസ്താദ് അത് നേരെ അതാ റിസ്വാന വക്കീലിനെ വിളിക്കുന്നു. എന്നാൽ ഈ സമയം ചെറിയൊരു പ്രതിസന്ധിയിലായിരുന്നു നമ്മുടെ റിസ്വാന വക്കീൽ. ആ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ അല്പം ദുരൂഹതയേറിയ കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതെ, ആ വിവാഹം അന്വേഷിച്ചത് അതിൻ്റെ പിന്നിലും ഒരുപാട് സത്യങ്ങളുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും അവളുടെ ഉമ്മയും ഉപ്പയും ഒന്നും അറിഞ്ഞിട്ടില്ല. നല്ല ബിസിനസ്സുകാരാണ്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ജസീറിൻ്റെ കൈകളുണ്ടോ എന്നതിലും ബലമായൊരു സംശയം അവൾക്ക് തോന്നിത്തുടങ്ങി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.